ചേറ്റിലല്ലയോ കിടന്നത് ഓർത്തു നോക്കിയാൽ എന്താണ് ചേറ്? ചെളി. ചെളി എന്ന് പറഞ്ഞാൽ എന്താണ്? ചെളി എവിടെയാണോ ഉള്ളത്? സ്വർഗത്തിലാണോ ഭൂമിയിലാണോ? അപ്പോൾ ഭൂമിയിലുള്ള ചിന്തകളാകുന്ന ചെളിയില് കിടന്നത് ഓർക്കുക. ആരാണ് ഓർക്കാനുള്ളത്? അവിടെ എഴുതിച്ചവരാ, അല്ലെങ്കിൽ കിടക്കുന്നവർ ഓർക്കണം. ഞാൻ കിടക്കുന്നത് ചെളിയിലാണ്. അതിനെക്കുറിച്ച് സങ്കീർത്തനകാരൻ പറയുന്നത് നാശകരമായ കുഴി, കുഴഞ്ഞ ചെളി. നാശകരമായ കുഴി, കുഴഞ്ഞ ചെളി. അവിടെ നിന്ന് കയറ്റുക എന്ന് പറയുമ്പോൾ എഫെസ്യ ലേഖനത്തിൽ പറയും പോലെ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അവിടെ നിന്ന് കയറ്റി എന്ത് ചെയ്തു? സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഏത് സ്വർഗത്തിലാണ് ഇരുത്തിയത്? സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ. അതായത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമുള്ള ഉപദേശമുള്ളിടത്താണ്. അവിടെ വീണ്ടും സങ്കീർത്തനകാരൻ പറയുന്നത് ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. അപ്പോഴേ ജീവനുള്ളവരുടെ ദേശം. നമ്മുടെ ദൈവം ആരാണ്? ജീവനുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം മരിച്ചവരുടെ ദൈവമല്ല. റോമറിൽ പറയുന്നു ജഡത്തിന്റെ ചിന്ത മരണം. അപ്പോൾ നമ്മുടെ ദൈവം മരിച്ചവരുടെ ദൈവമല്ല. അതായത് ജഡത്തിന്റെ ചിന്തയിലും മനോവികാരങ്ങളിലും പ്രാർത്ഥിച്ചും പ്രസംഗിച്ചും പ്രവചിച്ചും വിശ്വസിച്ചും സാക്ഷ്യം പറഞ്ഞും നടക്കുന്നവരുടെ ദൈവമല്ല നമ്മുടെ ദൈവം. സ്തോത്രം. എത്രത്തോളം മനസ്സിലാകുന്നുണ്ട്? യേശുക്രിസ്തു പറഞ്ഞാണ് നമ്മുടെ ദൈവം ആരല്ല? മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. ഏത് ജീവൻ? നിത്യജീവനുള്ളവരുടെ ദൈവമാണ് ദൈവം. മരിച്ച അനുഭവം എന്ന് പറഞ്ഞാൽ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. അതായത് ജഡത്തിന്റെ ചിന്ത ആത്മീയ മരണം, ജഡത്തിന്റെ ചിന്ത വിശ്വാസ മരണം, ജഡത്തിന്റെ ചിന്ത പ്രത്യാശ മരിക്കുന്നു, ജഡത്തിന്റെ ചിന്തയിൽ സ്വർഗീയ ദർശനം മരിക്കുന്നു. സ്തോത്രം. ജഡത്തിന്റെ ചിന്തയിൽ ദൈവവും നാമുള്ള ബന്ധം ഛേദിക്കപ്പെടുന്നു. അത് മരണമാണ്. അപ്പൊ ജഡത്തിന്റെ ചിന്ത ആത്മീയ മരണമാണ്. അപ്പോൾ ആത്മീയമായി മരിച്ചവർ ജഡത്തിന്റെ ചിന്തയിലാവും. ജഡത്തിന്റെ ചിന്തയിലായവർ ആത്മീയമായി മരിക്കും. അപ്പൊ ജഡത്തിന്റെ ചിന്തകന്മാരും പ്രാർത്ഥകന്മാരും പ്രവാചകന്മാരുമായവരുടെ ദൈവമല്ല അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെയും മോശയുടെയും യോശുവയുടെയും ദൈവം. നമ്മുടെ ദൈവം ആരാണ്? അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെയും മോശയുടെയും പേര് പറയുന്നുണ്ട്. പേര് പറയാൻ പാടില്ല, അങ്ങനെ ഭക്തന്മാർ ചേർത്താണ് പറയുള്ളൂ. അതിന് പെട്ടെന്ന് പറയണമെന്നേ ഉള്ളൂ. സ്തോത്രം. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെയും മോശയുടെയും യോശുവയുടെയും പിന്നെ എലീശയുടെയും ഏലിയാവിന്റെയും എലീശയുടെയും പിന്നെ ദാവീദിന്റെയും ശമൂവേൽ പ്രവാചകന്റെ അവരുടെ ദൈവമാണ് നമ്മുടെ ദൈവം. ഉറപ്പന്നെ. എങ്കിൽ നമുക്ക് അക്ഷരാർത്ഥമാകുന്ന ഇഹലോക ചിന്തകളാകുന്ന നാശകരമായ കുഴിയാകുന്ന ജഡത്തിന്റെ ചിന്തയാകുന്ന ഈ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെളിയിൽ നിന്നും നമ്മൾ വിടുവിക്കപ്പെടണം. അങ്ങനെ അതിൽ നിന്ന് വിടുവിച്ച് സ്വർഗത്തിലെത്തിയത് അടിയിരിക്കുന്നത് ആര്? നമ്മളല്ല, എഫെസ്യ സഭയിലുള്ളവരാണ്. സ്തോത്രം. നമ്മൾ അതിന്റെ അനുയായിയാകണം, അതിന്റെ കൂട്ടാളികളായി മാറണം. അതിനുവേണ്ടിയാണ് ദൈവം സമയാസമയങ്ങൾ നമുക്ക് പ്രബോധനം തന്ന്, ഉപദേശം തന്ന്, സ്വർഗീയ സംസ്കാരം തന്ന്,
നമ്മുടെ ചിന്തകളെ മാറ്റി, മനോഭാവങ്ങളെ മാറ്റി, മനോഭാവങ്ങൾ മാറിയില്ലെങ്കിൽ അതിന് തക്കവണ്ണം ഗുണീകരണവും പ്രബോധനവും ശാസനയും തിരുത്തലും ശിക്ഷണവും തന്ന്, പണിഷ്മെന്റും തന്ന് നമ്മെ വേർതിരിച്ചുകൊണ്ടിരിക്കുന്നു. അത് വേർതിരിക്കപ്പെട്ട മനസ്സില്ലാത്തവർ വീണ്ടും ഈ കുഴിയിലേക്ക് പോകും. അങ്ങനെ ആ കുഴിയിലേക്ക്, ഇങ്ങനെ ഈ കുഴിയിലേക്ക് പോകാൻ താല്പര്യമുള്ളവരൊന്നും ഇവിടെ വന്ന് കൂട്ടായ്മയ്ക്ക് ഒരു കാര്യമില്ല. വിടുവിക്കപ്പെടാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ കൂട്ടായ്മ കൊണ്ട് പ്രയോജനമുള്ളൂ. ദൈവമക്കൾക്ക് ആർക്കും കൂട്ടായ്മ ആചരിക്കാൻ അനുവാദമില്ല. ദൈവമക്കൾക്ക് കൂട്ടായ്മ ആചരിക്കാൻ അനുവാദമുണ്ടോ? ഇല്ല. ലോക ക്രൈസ്തവരെന്ന് പറയും ദൈവമക്കൾക്ക് മാത്രമേ കൂട്ടായ്മ എന്ന് അവർ പറയില്ല, ദൈവത്തെ ആരാധിക്കാൻ അനുവാദം പറയും, അനുവാദമുള്ളൂ എന്ന് പറയും. സ്തോത്രം. ദൈവമക്കൾക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ അനുവാദമുള്ളൂ എന്ന് പറയും. സ്തോത്രം. ഇതിന്റെയൊക്കെ അർത്ഥങ്ങളും ചിന്തകളും ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെല്ലാം നമ്മൾ വിവേചിച്ച് മനസ്സിലാക്കുവാൻ നമ്മൾ വിവേകമുള്ളവരായി മാറും. വിവേകം ഉള്ളവരായി മാറും. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നത് നാശകരമായ കുഴി, കുഴഞ്ഞ ചെളി. ആൾക്കാരെ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? നാശകരമായ കുഴി, കുഴഞ്ഞ ചെളി എന്ന് പറഞ്ഞാൽ കടഭാരമാണ്, രോഗമാണ്. കല്യാണം നടക്കാത്ത അവസ്ഥ നാശകരമായ കുഴിയും കുഴഞ്ഞ ചെളിയുമാണ്. വിദ്യാഭ്യാസത്തിൽ തോറ്റാൽ നാശകരമായ കുഴിയാണ്. ടെസ്റ്റിൽ തോറ്റാൽ നാശകരമായ കുഴിയാണ്. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു, ടെസ്റ്റിൽ തോറ്റാലും ടെസ്റ്റിൽ ജയിച്ചാലും, തലമുറ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, വിവാഹം കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും, വീട് കിട്ടിയാലും ഇല്ലെങ്കിലും നാശകരമായ കുഴിയാണ്. സ്തോത്രം. സമ്പത്തുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നാശകരമായ കുഴിയാണ്. ആത്മാവിന്റെ ചിന്തയിൽ, ദൈവാത്മാവിന്റെ ചിന്തയിൽ ഉയരങ്ങളിലുള്ള നമ്മൾ ചിന്തിച്ചു തുടങ്ങിയാൽ സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ നാശകരമായ കുഴിയിൽ നിന്ന് കയറിയെന്ന. അവിടെ സമ്പത്തോ ആരോഗ്യമോ രോഗമോ ദുരിതമോ കടഭാരമോ ഇതൊന്നും അവിടെ വെച്ചാൽ തുലാഭാരം തൂക്കാൻ പറ്റില്ല. ഇതെല്ലാം നമ്മൾ ആധികാരികമായി ഗ്രഹിച്ചും വിവേചിച്ചും അറിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് ദൈവമക്കളായവർക്ക് കൂട്ടായ്മ ആചരിക്കാൻ അനുവാദമില്ല. ദൈവമക്കളാകുവാൻ ആഗ്രഹമുള്ളവർക്കാണ് കൂട്ടായ്മ ആചരിക്കാൻ അനുവാദമുള്ളത്. അവർ നന്മ ചെയ്യണം, കൂട്ടായ്മ ആചരിക്കണം. അവർക്ക് സഹോദരപ്രീതി ഉണ്ടായിരിക്കണം, അതിഥി സൽക്കാരം മറക്കുകയും ചെയ്യരുത്. ദുഷ്ടന്മാരോടുള്ള പ്രീതിയല്ല, സഹോദര പ്രീതിയാണ് ഉദ്ദേശിക്കുന്നത്. ആരാണ് സഹോദരൻ? പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ മനസ്സുള്ളവരാണ് സഹോദരൻ. അപ്പൊ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ മനസ്സുള്ളവരോട് പ്രീതിയുള്ളവരായിരിക്കും. അത് വീട്ടിലുള്ളവരായാലും നാട്ടിലുള്ളവരായാലും ആരായാലും. പിതാവിന് ഇഷ്ടം ചെയ്യാൻ മനസ്സില്ലയോ, അവരുടെ പ്രീതി ഉള്ളവർക്ക് കൂട്ടായ്മയ്ക്ക് അനുവാദമില്ല. സ്തോത്രം. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ ആർക്കാണ് സ്കൂളിൽ പഠിക്കാൻ പോകുന്ന അനുവാദമുള്ളത്? അക്രമാസക്തമായ വിദ്യാർത്ഥികൾക്കാണോ, പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്കാണോ പഠിക്കാൻ അനുവാദമുള്ളത്? കളിയും ചിരിയും തമാശ പറച്ചിലും അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ അങ്ങനെ നടക്കുന്ന കുട്ടികൾക്കാണോ, വിദ്യാർത്ഥികൾക്കാണോ സ്കൂളിൽ പഠിക്കാൻ അനുവാദമുള്ളത്? അച്ചടക്കത്തോടു കൂടി ഇത് പഠിക്കുന്ന കുട്ടികൾക്കാണോ? സ്തോത്രം. അങ്ങനെ ഈ ലോക സമ്പ്രദായം അനുസരിച്ച് വിദ്യാഭ്യാസ മേഖലകളിൽ കാര്യങ്ങളിൽ ക്രമീകരണങ്ങൾ ഉണ്ടെങ്കിൽ ദൈവവിഷയമായിട്ട് കാര്യങ്ങളുടെ ക്രമീകരണങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അവരവർ തിരിച്ചറിഞ്ഞ് അവരവർ മനസ്സ് പുതുക്കിയ സ്വർഗ്ഗ സന്തോഷം. അല്ല, ആര് മനസ്സ് പുതുക്കുന്നില്ലയോ, തിരിച്ചറിയുന്നില്ലയോ, മനസ്സ് പുതുക്കുന്നില്ലയോ, അവർ നിമിത്തം പാതാളം സന്തോഷിക്കും. അവർക്ക് പാതാളത്തിലേക്ക് പോകാം, അവരങ്ങോട്ടേ പോകുള്ളൂ. ചില ആൾക്കാർ പറയും പോലെ പാവി പാതാളത്തെ പോകുള്ളൂ. പാവി പോകണം പാതാളം. സംശയം എന്താണ്?
പാപി പോകേണ്ടത് തന്നെയാണ് പാതാളം. പാപി എത്താലും സ്വർഗത്ത് പോവില്ല. അവരുടെ സ്വർഗം പാതാളമല്ല. സ്തോത്രം. അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെ സീരിയസോടുകൂടി കർക്കശമായി തിരിച്ചറിഞ്ഞ്, ഗ്രഹിച്ചറിഞ്ഞ്, രുചിച്ചറിഞ്ഞ്, അനുഭവിച്ചറിയണം. അതിന് യോഗ്യമായ വിധത്തിലാണ് പ്രബോധനങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിന് യോഗ്യമായ വിധത്തിലാണ് പ്രബോധനം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് നമ്മൾ കേട്ടത്. സദൃശ മന്ത്രിയിൽ വായിച്ചത്, പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു. പ്രബോധനം ഏത് കൺവെൻഷൻ യോഗത്തിലുണ്ട്, ഏത് സഭായോഗത്തിലുണ്ട്, പ്രസംഗം എല്ലായിടത്തും ഉണ്ട്. പക്ഷെ പ്രബോധനം എവിടെയുണ്ട്? പ്രബോധനം എന്തിനു വേണ്ടിയാണ്? ആത്മീയ വർധനവിന് വേണ്ടിയാണ്. പ്രബോധനം എന്തിനു വേണ്ടി? ആശ്വാസത്തിന് വേണ്ടി, ആത്മീയ വർധനവിന് വേണ്ടി. ആത്മീയ ചിന്തകൾ വർദ്ധിക്കാൻ വേണ്ടിയുള്ളതാണ് പ്രബോധനം. ജഡത്തിന്റെ ചിന്തകൾ കുറയ്ക്കുക, ആത്മീയ ചിന്തകൾ കൂട്ടുക, അതാണ് പ്രബോധനം എന്ന് പറഞ്ഞാൽ. ജഡത്തിന് ചിന്ത മരണം, നമ്മുടെ ദൈവം മരിച്ചവരുടെ ദൈവം അല്ല. അപ്പൊ ജീവനുള്ളവരുടെ ദൈവത്തെ നാം സേവിക്കണമെങ്കിൽ നമ്മൾ ജീവനുള്ളവരാണ്. ജീവനുള്ളവരാകണമെങ്കിൽ ജീവൻ പ്രാപിക്കാൻ വേണ്ടി പ്രബോധനം കേൾക്കണം. ആണ് സദൃശത്തിൽ പറയുന്നത്, അവർ പ്രബോധനം കേൾക്കാത്തത് കൊണ്ട് അവർ മരിക്കും. പ്രബോധനം കേൾക്കാത്തവൻ മരിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം അവൻ ജഡത്തിന്റെ ചിന്തയിൽ ചിന്തിക്കും. അതിനെ വായിക്കുമ്പോഴൊക്കെ ജഡത്തിന്റെ ചിന്ത അവിടെ വരും. ജഡത്തിന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ കുറെ പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ പിന്നെ ഒരുപാട് മക്കൾ വേണം, അല്ലെങ്കിൽ കുറെ വീടുകൾ. ഇത് മാത്രമല്ല ജഡത്തിന്റെ ചിന്ത. വചനം വായിക്കുമ്പോൾ, വീടില്ലാത്തവര് വചനം വായിക്കുമ്പോൾ, ദൈവമേ ഒരു ചെറിയൊരു വീടെങ്കിലും എനിക്ക് കിട്ടിയ, അങ്ങനെയുള്ള ആഗ്രഹം അത് ജഡത്തിന്റെ ചിന്ത. വലിയ വീട് ചിന്തിച്ചാലും ജഡത്തിന്റെ ചിന്ത, ചെറിയ വീട് ആഗ്രഹിച്ചാലും ജഡത്തിന്റെ ചിന്ത. യേശുക്രിസ്തു പറഞ്ഞ എന്താ? എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക എന്റെ പിതാവിന് ഭവനമുണ്ട്. എന്റെ പിതാവിന് എന്തുണ്ട്? ഭവനമുണ്ട്. ഇവിടെ ഭവനം തരാമെന്നല്ല പറഞ്ഞത്. ദൈവം ഇവിടെ ഭവനം തരാമെന്നല്ല പറഞ്ഞത്. അപ്പൊ എന്നെ ദാവീദ് ഭക്തനോടൊക്കെ പറഞ്ഞതോ, നിനക്കൊരു ഗ്രഹം തരുമെന്ന്? അതോ അത് നമ്മളെ പോഷത്വത്തിൽ ചിന്തിക്കരുത്. ദാവീദ് ഭക്തനും മറ്റു ഭക്തന്മാർക്കും ഗ്രഹം ദൈവം കൊടുക്കുന്ന ഭൂമിയിലല്ല, ഈ ദുഷ്ടലോകത്തല്ല. നമ്മുടെ പ്രാകൃത ചിന്തയിൽ ചിന്തിച്ചാൽ ഈ ദുഷ്ടലോകത്തെ കുറിച്ച് ചിന്തിക്കും. ഈ ദുഷ്ടലോകത്ത് ദൈവം ദാവീദിന് ഭവനം കൊടുക്കും, ഗ്രഹം കൊടുക്കും. സ്തോത്രം. ദൈവം ഭവനം കൊടുക്കുന്ന സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. ഈ ദുഷ്ടലോകത്തിലല്ല ദൈവം തന്റെ ഭക്തന്മാർക്ക് ഭവനം കൊടുക്കുന്നത്. ഇവിടെയെല്ലാം പരദേശിവാസമാണ്, പരദേശവാസമാണ്. അത് ഭക്തന്മാരായാലും ശേഷിക്കുന്നവരായാലും ഈ ലോകത്തിൽ പരദേശവാസമാണ്. ഇവിടെ ഒന്നും സ്വന്തമായിട്ടില്ല, ഒന്നും സ്വന്തമായിട്ട് അനുഭവിക്കാൻ പറ്റില്ല. എല്ലാം സ്വന്തമായിട്ട് പറയാമെങ്കിലും സ്വന്തമല്ല. ഇപ്പൊ സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ല. ഇവിടെ സ്വന്തം എന്ന് പറയാൻ സ്വർഗത്തിലെ എന്തെങ്കിലും ഉള്ളൂ. അത് ദൈവം ദാനമായി തരുന്നതാ. അപ്പോൾ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. പിതാവിന് എന്തുണ്ട്? ഭവനമുണ്ട്. ആ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്. ആ ഭവനത്തിൽ ദുഷ്ടന്മാർ കയറി ചെല്ലില്ല. ആ ഭവനത്തിൽ പരിഹാസി കയറി ചെല്ലില്ല. ആ ഭവനത്തിൽ ഒരു പാപികളെ കയറി ചെല്ലില്ല. സ്തോത്രം, സ്തോത്രം. ആ ഭവനത്തില് ഒരു വികൃതിയുള്ളവരും അങ്ങോട്ട് കയറി ചെല്ലില്ല. അവിടെ പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനം. യെശയ്യാ പറയും പോലെ നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് 26-ാം അധ്യായം വായിക്കുമ്പോൾ ആമേൻ, വിശ്വസ്തത ഏതിൽ? അത്യല്പം. ദൈവവിഷയമായിട്ട് വിശ്വസ്തത കാണിക്കുന്ന അവരുടെ നീതിയുള്ള ജാതി.
ആ നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് ഏത് വാതില്? പിതാവിന്റെ ഭവനത്തിന്റെ വാതില്. ഏത് വാതില്? പിതാവിന്റെ ഭവനത്തിന്റെ വാതിൽ. അവിടെ അനേക വാസസ്ഥലമുണ്ട്, അവിടെ വാതിലുകളുണ്ട്. അപ്പോൾ ആർക്കാണ് വാതിൽ തുറക്കാൻ ഓർഡർ വരുന്നത്? വിശ്വസ്തതയുള്ള നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടത്. നമ്മൾ വിശ്വസ്തരാണോ? നീതിയുള്ള ജാതികളാണോ? നീതിയുള്ള ജാതികളാണെങ്കിൽ തമ്മിൽ കടിച്ചു കയറുവോ? തമ്മിൽ പ്രബോധിപ്പിക്കുവോ? തമ്മിൽ കേട്ടനുസരിക്കോ? അതോ തമ്മിൽ വഴക്കുണ്ടാക്കോ? നീതിയുള്ള ജാതിയാണെങ്കിൽ കേൾപ്പാൻ വേഗത കൂടിയിരിക്കോ? പറയാൻ വേഗത കൂടിയിരിക്കോ? ആര് പറയും വേഗത സമയം വേഗതയിൽ വേഗത കൊടുക്കും? പറയാൻ വേഗത, കേൾക്കാൻ താമസം. ആർക്ക് വേഗത? ദൈവത്തിന്റെ ആലോചന പറയുന്നവർക്ക് പറയാൻ ഇടം കൊടുക്കണം. അവര് പറയുന്നത് കേൾപ്പാൻ നമുക്കിടം വേണം. ദുഷ്പ്രവർത്തിക്കാരൻ പറയുന്നത് കേൾക്കാൻ സൽപ്രവർത്തിക്കാരൻ വേഗത കാണിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ഇന്ന് പഠിച്ചിട്ടുള്ളത്, അല്ലേ? ഇന്ന് പഠിച്ചിട്ടുള്ളത്, പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. ദുഷ്പ്രവർത്തിക്കാരൻ പറയും, സൽപ്രവർത്തിക്കാരൻ കേട്ടോളുന്നതാണ്. സൽപ്രവർത്തിക്കാരൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ദുഷ്പ്രവർത്തിക്കാരൻ സ്ഥലപ്പെടും, അല്ലേ? അങ്ങനെയല്ലേ ഇന്ന് പഠിപ്പിക്കുന്നത്? ഇപ്പൊ കേൾപ്പാൻ വേഗത കൂടിയും പറയാൻ താമസം എന്ന് പറയുമ്പോൾ ആര് പറയുന്നത് കേൾക്കാൻ വേഗത കൂടുതലായിരിക്കണം? സൽപ്രവർത്തിക്കാർ പറയുന്നത് കേൾക്കാൻ വേഗത വേണം. അവർക്ക് പിതാവിന്റെ ഭവനത്തിൽ പോകാൻ പറ്റൂ, അവരെ വാതിൽ തുറക്കുള്ളൂ. ഇല്ലാതെ പോകുമ്പോന്ന് പറയുള്ളൂ. ഇവിടെ അനേകർ പറയാറുണ്ട്, പോകുന്നു. ചാരനെ വായിക്കാതിരുന്ന് തവള പറയും പോലെ ഞാൻ പോവും, പോകുന്നു വിളിക്ക ചാരനെ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയത്. സ്തോത്രം. ഇല്ലെങ്കിൽ വേറൊരു മൃഗമുണ്ടല്ലോ, മാനിനെയും ആടിനെയും മനുഷ്യനെയൊക്കെ വിഴുങ്ങുന്ന ഒരു മൃഗം. അതിന്റെ വാക്യത്തായി പയ്യ പ്രാർത്ഥിച്ചോണ്ടിരുന്നത് ഇപ്പൊ വിടിവിക്കൊന്നയോ? അത് വിഴുങ്ങുന്നത് നമ്മുടെ ഗൂഢമനുഷ്യനല്ലെന്ന് ഓർക്കണം. അത് വിഴുങ്ങുന്നത് അതിന്റെ ആഹാരമാകുന്ന നമ്മുടെ ശരീരത്തെയാണ്, അല്ലേ? പക്ഷെ ദൈവം വിടുവിക്കും, നമ്മുടെ ഗൂഢമനുഷ്യനെ വിടുവിക്കും. ഈ പുറത്തെ മനുഷ്യന് അതിന്റെ അകത്ത് പൂർണ്ണമായിട്ട് ആകുന്നതനുസരിച്ച് അകത്തെ മനുഷ്യൻ അങ്ങെത്തും. അതാണ് വിടുതൽ. പക്ഷേ ക്രൈസ്തവ ലോകത്ത് പ്രസംഗിക്കപ്പെടുന്നത് എന്താണ്? അതിന് ഉദാഹരണം പറഞ്ഞോളൂ, ദാനിയേലിന്റെ ദൈവമാണ് എന്റെ ദൈവം. ദാനിയേലിന്റെ ദൈവമാണ് ഇന്ന് പ്രസംഗിക്കുന്നവന്റെ ദൈവം. എന്തിനാ തെളിവ്? പാണ്ട് പറഞ്ഞാൽ മതിയോ? പറഞ്ഞാൽ മതിയോ? നമ്മളിങ്ങനെ റോഡേ വന്ന നല്ല വലിയ കടകള്, നല്ല വസ്തു വക വീടെല്ലാം ഉണ്ട്. അവന്റെ വീട് എന്റെ വീടാണെന്ന് പറഞ്ഞാൽ പറ്റുമോ? അവന്റെ ഭാര്യ എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ പറ്റുമോ? അവന്റെ മക്കൾ എന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ പറ്റുമോ? എന്ന് പറയും പോലെ ഉള്ളൂ. ദാനിയേലിന്റെ ദൈവമാണ് എന്റെ ദൈവം എന്ന് പറയുന്നത്. ആദ്യം ദാനിയേലായിരുന്നു പടി, എന്നിട്ട് ദാനിയേലിനെ പോലെ ആകാൻ മനസ്സുപോയി, പിന്നീട് ദാനിയേലിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറയാം. സ്തോത്രം. അതല്ലേ എളുപ്പം? ഹല്ലേലൂയ. അവൻ ദൈവം ഉദ്ദേശിക്കുന്നത് നാം ഉദ്ദേശിക്കുന്നത് രണ്ടാകരുത്, ഒന്നായിരിക്കണം. രണ്ടാണെങ്കിൽ ഇരുമനസ്സാണ്. ദൈവത്തിന്റെ മനസ്സിലുള്ളത് ഒന്ന്, എന്റെ മനസ്സിലുള്ളത് മറ്റൊന്ന്. ഇരുമനസ്സുള്ളവർ ദൈവം എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. അങ്ങനെ ദൈവം വെറുക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി പിതാവിന്റെ ഭവനം നമുക്ക് തുറന്നു തരുമോ?
ദൈവം വെറുക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി പിതാവ് ഭവനം തുറക്കുമോ? ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ പോകും എന്ന് പറഞ്ഞുണ്ടാക്കുന്നവർക്ക് ഉറപ്പിച്ച് പറയാമോ? നെഞ്ചിൽ കഴിച്ചു പറയാമോ? ആകാശത്ത് കൈവർത്തി പറയാമോ? എനിക്ക് പിതാവ് ഭവനം തുറന്നു തരുമെന്ന്. അവിടെ പിതാവ് ഭവനം തുറന്നു തരണമെങ്കിൽ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യണം. ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താല് ഭവനം തുറന്നു തരുള്ളൂ. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന എത്ര സ്ത്രീ പുരുഷന്മാർ അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ജിമ്മാം തന്നെ ഡോർ തുറന്നു തരില്ല. മെട്രോ ട്രെയിനില് അവിടെ അതിൻ്റെ അകത്ത് പോകുമ്പോഴേ ജുമാക്ക് കയറി പെയ്യാ മതിയോ? അല്ലെങ്കിൽ ബാങ്കില് ATM-ൽ പോകുമ്പോഴേ ജുമാക്ക് പോയി ഇങ്ങനെ നമ്മുടെ അക്കൗണ്ട് നമ്പർ പുതുക്കിയാൽ പൈസ വരുമോ? അത് സേവ് ചെയ്തിട്ടുള്ള കാർഡുണ്ട്. കാർഡ് അങ്ങോട്ട് കൊടുത്തിട്ട് അടുത്ത ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യണം. എന്നാലും അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ. സ്തോത്രം. പിതാവിന്റെ ഭവനം ചുമ്മാ തുറന്നു തരുമെന്നാണ് വിചാരിക്കുന്നത്. കുട്ടന്മാർക്കും പരിഹാസികൾക്കും നിഷ്ഠൂരന്മാർക്കും വ്യഭിചാരികൾക്കും ലോകസ്നേഹികൾക്കും ഒക്കെ പിതാവിന്റെ ഭവനം തുറക്കുമോ? സ്തോത്രം. ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതിന് പകരം ഈ ലോകത്തിലെ സംഭവങ്ങളെ, ചരിത്ര സംഭവങ്ങളൊക്കെ കേട്ട് സന്തോഷത്തോടെ കൈയടിച്ച് പാട്ട് പഠിപ്പിക്കാൻ മതിയോ? നല്ല പ്രസംഗമായിരുന്നു. ആരാ വന്നത്? അത് അമേരിക്കയിൽ നിന്ന് ഒരു ശുശ്രൂഷകനാണ് വന്നത്. ആരാണത്? അത് ഭയങ്കര വലിയ പേരുകെട്ട പാസ്റ്ററാണ്. പക്ഷെ ഇവിടെ വന്ന് പ്രസവിച്ച എന്തിനാണ്? 5 അപ്പവും 2 മീനോടെ പ്രസവിച്ചത്. എന്താ ഗുണമുണ്ടായി? നമ്മളെ കാണിക്കേട്ടിട്ട് വീട്ടിൽ വന്നല്ലേ, നഷ്ടപ്പെട്ടല്ല എന്താ കിട്ടിയോ? കാണിക്കേണ്ട പൈസ നഷ്ടപ്പെട്ടതല്ലാതെ ഏതായാലും കിട്ടിയോ? അത് നമുക്കൊരു ആശ്വാസം ഉണ്ടോ? ദൈവം തരും. സ്തോത്രം, സ്തോത്രം. അത് 10 കൊടുത്ത് 100 വാങ്ങിക്കുന്ന പരിപാടിയല്ല ദൈവത്തിന്റെ പരിപാടി. അങ്ങനെ ദൈവം ആരെയും വഞ്ചിക്കില്ല. അതിനെ പഠിക്കുന്നവന് കൊടുക്കണം. അത് അവരവരെ കടപ്പാട്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ കർത്താവ് സ്നേഹിക്കും. സ്തോത്രം. വചനം പഠിക്കുന്നവർ 100 രൂപ കൊടുത്താൽ 1000 രൂപ ദൈവം തരുമെന്നല്ല പറയുന്നത്. നിന്റെ സർവ്വലോകത്തിനേക്കാൾ വലിയ പ്രാണരക്ഷയുടെ ഉപദേശം തരും. ഗ്രഹിക്കാൻ മനസ്സ് തരും. അല്ല, പണം തരില്ല തിരിച്ച്. സ്തോത്രം. പണം 100 രൂപ കൊടുത്തെങ്കിൽ 1000 രൂപ ആണോ എന്തിനാണെന്ന് അറിയാം. നീ 1000 രൂപ ജോലിയാണ്. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദ്രവ്യാഗ്രഹികളല്ലേ ദശാംശം കൊടുത്ത് പണം വാങ്ങിക്കാൻ വേണ്ടിയാണ് നടക്കുന്നത്. ദ്രവ്യാഗ്രഹ സകല ദോഷത്തിന് കാരണമല്ലേ? 100 കൊടുത്ത് 1000 കിട്ടും, 1000 കൊടുത്ത 10000 കിട്ടും, 10000 കൊടുത്ത 1 ലക്ഷം കിട്ടും, 1 ലക്ഷം കൊടുത്ത 10 ലക്ഷം കിട്ടും. അത് ദ്രവ്യാഗ്രഹമല്ലേ? അതല്ലേ പഠിപ്പിക്കുന്നത്? നീ കൊടുത്ത് ദൈവം തരും. അത് ദ്രവ്യാഗ്രഹമല്ലേ പഠിപ്പിക്കുന്നത്? അത് സകല ദോഷത്തിന് കാരണമല്ലേ? അത് പഠിപ്പിക്കുന്ന ദൈവാത്മാവിലാണോ? അത് പഠിപ്പിക്കുന്നവർക്കും ദൈവം പിതാവിന്റെ ഭവനം തുറക്കുമോ? ഇല്ല. പ്രബോധനം കേട്ട് സ്വയം ശോധന ചെയ്ത് തന്റെ തെറ്റുകളെ ഗ്രഹിച്ച് അത് ഏറ്റുപറയത്തക്കവണ്ണം ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി ഏറ്റുപറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ തുണയിൽ കീഴ്പ്പെട്ട് നിന്നാൽ മാത്രമേ പിതാവിന്റെ ഭവനം തുറക്കുള്ളൂ. ഇല്ലാത്ത ഒരു മനുഷ്യർക്കും ഒരു നായ്ക്കൾക്കും പിതാവിന്റെ ഭവനം തുറക്കില്ല. അതൊരു വെളിപ്പാട് പുസ്തകം പറയുന്നത്. നായ്ക്കളും ശുദ്രക്കാരും ബിംബാരാധികളും പോസ്റ്റിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരും പുറത്ത് എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ഭവനം അവർക്ക് തുറക്കില്ല. നമ്മളൊക്കെ ആരാണ്? നായ്ക്കളാണോ? അയ്യോ, നമ്മൾ നായ്ക്കളോ? നമ്മൾ മനുഷ്യരല്ലേ? സ്തോത്രം. നായ്ക്കളുടെ വേറൊരു സ്വഭാവം തന്നെ അറിയാം. ആരാഹാരം കൊടുത്താലും പിറകെ വലാട്ടി കൊണ്ടുപോകും.
നമ്മളെ അക്ഷരീയമായിട്ട് സഹായിക്കുന്നവരുടെ പുറകെ നമ്മൾ വലട്ടി കൊണ്ടവരാണോ? രോഗസൗഖ്യത്തിന് വേണ്ടി അയ്യോ ഇന്ന പാസ്റ്റർ പ്രാർത്ഥിച്ചാണെങ്കിൽ സൗഖ്യം കിട്ടുക, അവരെ പറയുന്നത് പോലെ വരാട്ടിക്കൊണ്ട്. സ്തോത്രം. നായ്ക്ക് ഗൂഢമനുഷ്യനുണ്ടോ? ഉണ്ടോ? ഇല്ല. നമുക്കും ഗൂഢമനുഷ്യനെ കുറിച്ച് ബോധമില്ലെങ്കിൽ നമ്മൾ നായ്ക്കളില്ലേ? നായ്ക്ക് എന്താണ് പ്രത്യാശ? തിന്നുക, വലട്ടിക്കൊണ്ട് നടക്കുക. നമ്മളതായാൽ നമ്മുടെ നായല്ലേ? പിന്നെ ഛർദ്ദിക്ക് തിരിഞ്ഞ നായ് ഛർദ്ദിച്ചതിനെ തിരിച്ചെടുത്ത് തിന്നും. ആര് ഛർദ്ദിച്ചത്? അവരവർ ഛർദ്ദിച്ചത് മാത്രമല്ല, ആരെങ്കിലും ഛർദ്ദിച്ചാലും തിന്നും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ജീവന്റെ അപ്പമല്ലാതെ എന്ത് കൊടുത്താലും ഛർദ്ദില്ല. ഛർദ്ദിച്ചു വിട്ടു കൊടുക്കുക. അത് ഇവിടെ ഛർദ്ദിക്കും, അമേരിക്കയിൽ ഛർദ്ദിക്കും, ഗൾഫിൽ ഛർദ്ദിക്കും, ഇന്ത്യയിൽ ഛർദ്ദിക്കും, എവിടെ ഛർദ്ദിക്കും അവർ. പ്രസംഗമേ പ്രസംഗം. അവിടെ ഛർദ്ദിക്കും, അവിടെ ഛർദ്ദിക്കണം, ഇവിടെ ഛർദ്ദിക്കും. നമുക്ക് വല്ല ഒമറ്റില്ലുണ്ട്, നമുക്ക് ഒമറ്റില്ല. നമ്മളിങ്ങനെ വാരി തിന്നോണ്ടിരിക്കും അവർ ഛർദ്ദിക്കുന്നത്. എന്താണ് ഛർദ്ദിക്കുന്നത് ഉദ്ദേശിക്കുന്നത്? ജീവന്റെ അപ്പം അല്ലാത്തതുകൊണ്ടാണ്. ജീവന്റെ അപ്പം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഇറങ്ങി വരുന്ന മന്നയാണ്. അത് ഛർദ്ദിലല്ല, ആരുടെയും ഛർദ്ദിലല്ല. സ്തോത്രം. ഇതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയാണ് പ്രബോധനത്തിന്റെ ആവശ്യം. പ്രബോധനം കേൾക്കാതിരുന്നാൽ എന്ത് ചെയ്യും? മരിക്കും. മഹാപോഷത്വത്താൽ വഴിതെറ്റിപ്പോകും. അപ്പോഴങ്ങനെ വഴിതെറ്റിപ്പോകുന്നവർക്ക് പിതാവിന്റെ ഭവനം തുറക്കുമോ? ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പിതാവിന്റെ ഭവനം തുറക്കപ്പെടും? ഒന്ന് നെഞ്ചിൽ കൈവച്ചൊന്ന് ആലോചിച്ച് നോക്കണം. ഉപദേഷ്ടാവിനോട് മത്സരിച്ച്, ഉപദേശത്തിൽ നിൽക്കുന്ന സഹോദരങ്ങളോട് മത്സരിച്ച്, ഉപദേശത്തിൽ നിൽക്കാൻ ബലാത്കാരം ചെയ്യുന്ന ഭർത്താവിനോട് മത്സരിച്ച്, ഉപദേശത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഭാര്യയോട് മത്സരിച്ച് നടക്കുന്ന ആരെങ്കിലും പിതാവിന്റെ ഭവനത്തിലെത്തുവോ? അവർക്കൊണ്ട് പിതാവിന്റെ ഭവനം തുറക്കപ്പെടുവോ? ഒന്ന് ആലോചിച്ച് നോക്കണം. അവരവർ ആലോചിച്ച് നോക്കണം എങ്ങനെയാണെന്ന്. ഇന്ന് വരെയുള്ള ക്രിസ്ത്യ ജീവിതത്തിന്റെ വെളിച്ചത്തിൽ പിതാവിന്റെ ഭവനം തുറന്നു കിട്ടാൻ വല്ല സാധ്യത ഉണ്ടോ എന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങളെ കുറിച്ചും ഞാൻ എന്നെ കുറിച്ചും വല്ല സാധ്യത ഉണ്ടോ? സ്വന്തമായിട്ട് പറഞ്ഞു കുറെ സാധ്യത ഉണ്ടാക്കി വെച്ചതല്ലേ? ആർക്ക് വേണോ അത്? അതൊക്കെ മരിക്കും, അതോടെ തീരും. അവന്റെ ആശയെല്ലാം നശിച്ചു. അവനെ പിന്നെ അറിയുന്നില്ല. സ്തോത്രം. ഒന്ന് ആലോചിച്ച് നോക്കണം. പിതാവിന്റെ ഭവനം തുറന്നു തരാൻ വല്ല സാധ്യത ഉള്ള വല്ല സാധ്യതയ്ക്ക് വേണ്ടി നമ്മൾ ജാഗരിച്ചിട്ടുണ്ടോ? പെന്തക്കോസ്തിൽ ഇരിക്കാം, സ്നാനപ്പെട്ടിരിക്കാം, പിന്നെ ആഭരണം മാറ്റിയിരിക്കാം, വെള്ളവസ്ത്രം ധരിച്ചിരിക്കാം, എല്ലാം ഓക്കെ, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ അത് മാത്രം മതിയോ? പിതാവിന്റെ ഭവനം തുറന്നു തരാൻ അത് മാത്രം മതിയോ? അതെല്ലാം ഓരോരോ ഭാഗങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 5 മുക്കുള്ള അല്ലെങ്കിൽ 7 മുക്കുള്ള ഒരു വസ്തു അളക്കാൻ അളവുകാരൻ വന്നു. അവിടെ 5 മുക്ക് പിടിച്ച് അളന്നു. അളവ് തീരുമോ? 7 മുക്കുണ്ടെങ്കിൽ 7 മുക്ക് പിടിക്കണം, എന്നാൽ അളവ് തീരുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ 7 ഉപദേശം ഉണ്ടെങ്കിൽ 7 ഉപദേശത്തെ നമുക്ക് പിടിക്കണം. 7 ഉപദേശത്തിന് സാക്ഷിയാവും. 10 കൽപ്പനയുടെ 10 കൽപ്പനയ്ക്ക് നമ്മളെ സാക്ഷിയാവും. അതിന് യേശുക്രിസ്തു 2 ചുരുക്കിയെങ്കിൽ ആ 2-നകത്ത് 10,000 അല്ല, അതിനപ്പുറം കൽപ്പനകളുണ്ട്. 2 കൽപ്പനയായിട്ട് ചുരുക്കി യേശുക്രിസ്തു പറഞ്ഞ എന്താണ്? ഇതിൽ സകല ന്യായപ്രമാണവും പ്രവചനങ്ങളും അടങ്ങിയിരിക്കുകയാണ്. അതിന്റെ രക്തചുരുക്കമാണ് 2 കൽപ്പന. എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. രണ്ടാമത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. കൂട്ടുകാരനാണെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടല്ലല്ലോ, പിന്നെ നമുക്കറിയാം കൂട്ടുകാരനായിരുന്നു. കൂട്ടുകാരനാണെന്ന് പഠിപ്പിക്കാൻ നമ്മുടെ ഇടയിൽ ഒരു പ്രവാചകൻ വന്നിട്ടില്ലല്ലോ. പിന്നെ നമ്മൾക്ക് പഠിക്കാൻ പറ്റും? പഠിക്കാതിരുന്നാൽ എങ്ങനെ കൂട്ടുകാരനെ അറിയാൻ പറ്റും? കൂട്ടുകാരനെ അറിയാതിരുന്നാൽ എങ്ങനെ കൂട്ടുകാരെ സ്നേഹിക്കാൻ പറ്റും? ആരാണ് കൂട്ടുകാരൻ? അപ്പൊ വിവേകം
വിവേകമുള്ളവനാണ് കൂട്ടുകാരൻ. വിവേകത്തോട് സഖി എന്ന് പേര് പറയുക. വിവേകമുള്ളവനാണ് കൂട്ടുകാരൻ. എന്ത് വിവേകം? ദൈവവചനത്തെ ആത്മീകമായി വിവേചിക്കാൻ വിവരമുള്ളവനായിരിക്കണം കൂട്ടുകാരൻ. അവനാണ് സ്നേഹിക്കണം. അല്ല താൻ തോന്നിയായിട്ട് നടക്കുന്ന ആരും കൂട്ടുകാരനൊന്നുമല്ല. സദൃശ്യത്തിൽ അങ്ങനെ വെളിപ്പെടുത്തുന്നത് ജ്ഞാനത്തോട് സഹോദരി എന്നും വിവേകത്തോട് സഖി എന്നും പേര് പറയുക. അപ്പൊ നമ്മൾ സഹോദരി എന്നൊക്കെ വിളിക്കുന്ന ആരെയായിരിക്കണം? ആരെയായിരിക്കണം? ജ്ഞാനമുള്ളവരെ ആയിരിക്കണം. ജ്ഞാനമില്ലാത്തവർ ജ്ഞാനമുള്ളവരെ സഹോദരി എന്ന് വിളിക്കണം. ജ്ഞാനമുള്ളവർ ജ്ഞാനം ഇല്ലാത്തവരെ ഒന്നും വിളിക്കണ്ട, പേരോന്ന് വിളിച്ചാൽ. ഏത് ജ്ഞാനം? ദൈവജ്ഞാനം. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അപ്പൊ യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നു. യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നു. ദോഷത്തെ ദോഷമെന്ന് വെറുക്കുന്നവളാണ് ജ്ഞാനമുള്ളവൾ അല്ലെങ്കിൽ ഭക്തിയുള്ളവൾ. അവളാണ് ജ്ഞാനമുള്ളവൾ. അവളെയാണ് സഹോദരി എന്ന് പറയുന്നത്. അപ്പോസ്തലന്മാർ അങ്ങനെയാണ് ഭാര്യയായ സഹോദരി എന്ന് പറഞ്ഞ ആരാണ്? ദോഷത്തെ വെറുക്കുന്നതാണ് അവരെ ഭാര്യ പറഞ്ഞ. വേറൊരു സഹോദരന്റെ ഭാര്യ ദോഷത്തെ വെറുക്കുന്ന ആ സഹോദരി ഈ അപ്പോസ്തലന്റെ ഭാര്യ എന്നല്ല അർത്ഥം. ആ അപ്പോസ്തലന്റെ ഭാര്യ ദോഷത്തെ വെറുക്കുന്നു. അതുകൊണ്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന പേര് സഹോദരി എന്നാണ്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എത്ര സഹോദരിമാരാണ് ദോഷത്തെ വെറുക്കുന്നവര്? അവർക്കാണ് സഹോദരി എന്ന പേരിന്റെ വാക്കിന് അർത്ഥമുള്ളൂ. ഇപ്പൊ ജ്ഞാനമുള്ളവളാണ് സഹോദരി. ഭാര്യ ആയാലും അത് വീട്ടിനകത്ത് ഭാര്യ. ദൈവവിഷയത്തിലേക്ക് വരുമ്പോൾ ഭാര്യയല്ല, സഹോദരിയാണ്. സ്തോത്രം. ബെഡ്റൂമില് വീടിനകത്തുള്ള ഓരോ കാര്യങ്ങളിലും ഭാര്യയാണ്. പക്ഷെ ദൈവവിഷയത്തിലേക്ക് വരുമ്പോൾ ഭാര്യയല്ല, സഹോദരിയാണ്. പക്ഷെ ജ്ഞാനമുള്ളവളായിരിക്കണം. ജ്ഞാനമുള്ളവൾ ഭർത്താവിന് ആരായിരിക്കും? കിരീടമായിരിക്കും. പോഷത്തുള്ളവളോ അസ്ഥികൾക്ക് ദ്രവത്വമായിരിക്കും, ദ്രവിച്ചുകളായി. നമുക്കറിയാവുന്ന സഹോദരിമാരാകുന്ന ഭാര്യ എന്ന് പേര് കേട്ടവരൊക്കെ എങ്ങനെയുള്ളവരാണ്? ഭർത്താവിന്റെ അസ്ഥിയെ ദ്രവിപ്പിക്കുന്നവരാണോ അതോ ഭർത്താവിന്റെ തലക്ക് കിരീടമായിരിക്കുന്നവരാണോ? ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ അവരവരെ ശോധനയാണ്. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരെ ശോധനയാണ് അവരവരെ ഭാര്യയെ കുറിച്ച്. എന്റെ ഭാര്യയെ കുറിച്ച് ഞാൻ ശോധനയാണ്. എന്താണ് റിസൾട്ട് കിട്ടുന്നത് എനിക്കറിയാം. എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്? ഒരു പക്ഷെ നോക്കുന്ന റിസൾട്ട് എടുക്കണ്ട, യഥാർത്ഥ ഫലം നോക്കി റിസൾട്ട് കിട്ടിയാൽ മതി. പ്രൈസല്ലോ. ഇത് ആരെയും വെറുക്കാൻ വേണ്ടിയല്ല, ബോധോദയം കൊടുക്കാൻ വേണ്ടിയല്ല. ഇതൊക്കെ പ്രാപിക്കുന്നവർക്കാണ് പിതാവിന്റെ ഭവനം തുറക്കപ്പെടുന്നത്. സ്തോത്രം. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ശേഷിക്കുന്ന പ്രായം കുറഞ്ഞ തലമുറകളും നാളെ ഭർത്താവാണ്, നാളെ ഭാര്യയാണ്. അവരിത് മനസ്സിലായിക്കൊള്ളണം, ഗ്രഹിച്ചോളണം. ഇതൊന്നും ഉത്തരവാദിത്തങ്ങൾ ഇവിടെ ചെയ്തില്ലെങ്കിൽ അവിടെ പിതാവിന്റെ ഭവനം തുറക്കില്ല. പിന്നെയോ പാതാളത്തിന്റെ വാതിൽ എപ്പോഴും ഓപ്പണാണ്, വിശാലവും വലുതുമാണ്. അതിലേക്ക് പോകുന്നവർ അനേകരുമാകും. സ്തോത്രം. അപ്പൊ ഇതൊക്കെ എങ്ങനെയൊക്കെ ആണെങ്കിൽ മനുഷ്യന് മുഴുവൻ കഴിയോ? ഇല്ല, അസാധ്യമാണ്. അവിടെയാണ് പാപബോധം, അനുതാപം, കുറ്റബോധം, ഏറ്റുപറച്ചില്, മാനസാന്തരം. അവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത്, തുണയിക്കുന്നത്. അപ്പൊ നിയമം അറിഞ്ഞാല്, വ്യവസ്ഥ അറിഞ്ഞാല് എന്നെ കൊണ്ട് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന് ശോധന ചെയ്യാൻ പറ്റും. ഈ വ്യവസ്ഥയാകുന്ന നിയമങ്ങളാണ് ശുശ്രൂഷകളിൽ, സുവിശേഷ യോഗങ്ങളിൽ പഠിപ്പിക്കാനുള്ളത്. ഇത് പഠിപ്പിക്കേണ്ടതിന് പകരം യഹൂദന്റെ മടങ്ങിവരവും
യെരുശലേം ദേവാലയത്തിന്റെ പണിയും പിന്നെ ഇസ്രായേലിന്റെ യുദ്ധവും ഇതൊക്കെ പഠിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ആരും? എന്താ പഠിപ്പിക്കുന്നത് കമ്മീഷൻ യോഗങ്ങൾ? ഇതൊക്കെ അല്ലേ ഗാസ, ഇസ്രായേല്, അമേരിക്ക, ഇന്ത്യ തമ്മിലുള്ള സഹകരണം, യുദ്ധം, ആയുധ ശേഖരണം, ഇതൊക്കെ പ്രസംഗിച്ച് തള്ളി മറിക്കുന്നത്. ഇതൊക്കെ തള്ളി മറിക്കണല്ലേ ആയിരക്കണക്കിന് രൂപ എന്നെ കൊടുക്കുന്നത്. എന്നിട്ട് സൗണ്ടുകാർക്ക് തുച്ഛമായ പൈസ കൊടുത്ത് വീട്ടിൽ പറഞ്ഞിരിക്കും. ഒരു മണിക്കൂർ വന്ന് അനാവശ്യമായ യോഗ്യമല്ലാത്ത, അതായത് സുവിശേഷത്തിന് യോഗ്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രഗത്ഭനം കൊള്ളിക്കുന്നതിന് കെട്ടിയണങ്ങിന് പൊതി കൊടുത്തായിരിക്കും, കെട്ടിപ്പൊതിഞ്ഞ് കൊടുത്തായിരിക്കും പണം. ഞാൻ പല പാസ്റ്റർമാർ കൺവെൻഷൻ നടത്തുന്ന ശുശ്രൂഷകളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, പ്രസംഗിക്കുന്നവരോടല്ല, കൺവെൻഷന്റെ ക്രമീകരണം ചെയ്യുന്നവരോട്. അവര് സൗണ്ടുകാർക്ക് പൈസ കൊടുക്കാൻ കുറയ്ക്കും, സ്റ്റേജ് കെട്ടണമെങ്കിൽ അവർക്ക് പൈസ കൊടുക്കാൻ കുറയ്ക്കും. എത്രത്തോളം കുറയ്ക്കാൻ പറ്റും കുറയ്ക്കുകയും അവസാനം പകുതിക്ക് പത് കൊടുക്കുകയും ചെയ്യും. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, പ്രസംഗങ്ങൾ എങ്ങനെ കൊടുത്തു? അത് കൊടുത്തു, ഉദ്ദേശം അത് കൊടുത്തു, അവ കൊടുത്തു. പിന്നെ എന്തുകൊണ്ടാണ് സൗണ്ടുകാർക്ക് സ്റ്റേജുകാർക്കും മറ്റുള്ളവർക്ക് കൊടുക്കാത്തത്? അല്ല, ഇവരുടെ ക്രമീകരണം ചെയ്ത് കൊടുത്തോണ്ടല്ലേ ആ മനുഷ്യൻ വന്ന് തള്ളി മറിച്ചത്. ഈ തള്ളി മറിച്ചെന്ന് പറഞ്ഞാൽ മോശമായിട്ടില്ല, നിങ്ങൾ വാക്കുപയോഗിക്കരുത്, ചിന്തിക്കരുത്. സ്തോത്രം. എത്ര ഏക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്, ആ വാക്ക് പറയുന്നത്. അപ്പോൾ രാമകലില്ലാതെ അധ്വാനിച്ച് സൗണ്ട് ക്രമീകരിച്ച് സ്റ്റേജ് ക്രമീകരിച്ച് പന്തല് ക്രമീകരിച്ച ആ സഹോദരങ്ങൾക്കോ അതിന്റെ ജോലിക്കാർക്കോ തുച്ഛമായ കൂലി. ഒരു മണിക്കൂർ വന്ന് പ്രസംഗിച്ച് മറിച്ച് ആളുകളെ എടുത്തടിച്ചതിന് 10,000 രൂപ, 15,000 രൂപ, 5,000 രൂപ അല്ലേ? ആരാ അവനെ അയച്ചത്? ദൈവമാണ് അയച്ചത്. അപ്പൊ എന്താ പഠിപ്പിച്ചത്? ഇസ്രായേലും ഗാസയിലുള്ള യുദ്ധം. ഇടയ്ക്ക് ഒരു മേറ്റർ കണ്ടെന്തിന് യഹൂദ ആലയപ്പണി തുടങ്ങിയത്. നമുക്കെന്താ യഹൂദ ആലയപ്പണി തുടങ്ങിയത്? യഹൂദ ആലയപ്പണി തുടങ്ങാതിരിക്കുക, അവൻ ആലയപ്പണി പൂർത്തീകരിക്കാതിരിക്കുകയും ചെയ്യട്ടെ. അവനവന്റെ ആയുസ്സെപ്പ് തീരുന്ന അവനവൻ ചിന്തിച്ചിട്ട് ജീവരക്ഷ പ്രാപിക്കാൻ വേണ്ടി ജാഗ്രത കാണിക്കേണ്ട ഉപദേശം പറഞ്ഞു. അതാണ് പ്രബോധനം. പ്രബോധന ആത്മീയ വർധനമാണ്, പ്രബോധന ആശ്വാസമാണ്. ആർക്ക്? ആത്മാവിന് ആശ്വാസം. അതാണ് പ്രബോധനം. ജഡത്തിന് ഇത്ര പ്രയാസമൊക്കെ തോന്നുമായിരിക്കാം പ്രബോധനം കേൾക്കുമ്പോൾ, ഇത്ര നിരാശയൊക്കെ വരുമായിരിക്കാം, പക്ഷെ ആത്മാവിന് ആശ്വാസമാണ്. കാരണം ആത്മാവാണ് പിതാവിന്റെ ഭവനത്തിലേക്ക് പോകുന്നതും വാതിൽ തുറക്കുന്നതും. ആ ആത്മാവിന് വേണ്ടിയാണ് വാതിൽ തുറക്കുന്നത്. അല്ല, ഇവിടെ യുദ്ധങ്ങളെ കുറിച്ച്, യുദ്ധശ്രുതികളെ കുറിച്ചും അല്ല കർത്താവിന്റെ വരവിനെ കുറിച്ച് ശ്വാസം വിടാതെ കണ്ണും തള്ളി പ്രസംഗിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അത് കേട്ടിട്ട് പോണ വഴിക്ക് ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടാൽ അവിടെ പോകുമ്പോൾ പിതാവിന്റെ ഭവനം തുറന്നു കൊടുക്കില്ല. നമ്മളൊക്കെ വിചാരിക്കുന്നത് ശ്വാസം വിടാതെ കണ്ണും തള്ളി പ്രസംഗിക്കുന്ന ആത്മാവിനെ ശുശ്രൂഷയാണ്. അത് ആത്മാവിനെ, ദൈവാത്മാവിനെ ശുശ്രൂഷയല്ല, അതൊക്കെ ദുരാത്മാവിനെ ശുശ്രൂഷയാണ്. പിന്നെ ആളെ കൂടുന്നത്, പിന്നെ സവാളെടുത്ത് കളിക്കൽ കൂടും, ആവശ്യം പോലെ കൂടും അത് കേൾക്കാൻ. പക്ഷെ വചനം പഠിപ്പിക്കുന്നിടത്ത് എത്ര പേര് കൂടും? യേശു ക്രിസ്തു അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തപ്പോൾ 1000-കണക്കിന് ജനം കൂടി. പക്ഷെ ഉപദേശം പറഞ്ഞു തുടങ്ങിയപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? നിത്യജീവന്റെ മൊഴി പറഞ്ഞു തുടങ്ങിയപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? കഷ്ടതയുടെ തീച്ചുളയിലേക്ക് കർത്താവ് യാത്ര ചെയ്തപ്പോൾ കൂടെ എത്ര പേരുണ്ടായിരുന്നു? അല്ല, ആള് കൂടുന്നതിൽ വരെ കാര്യമൊന്നുമില്ല, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ആത്മാവിന്റെ ഒരുക്കത്തിലാണ് കാര്യം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പാപിയുടെ മാനസാന്തരത്താണ് സ്വർഗ്ഗം സന്തോഷിക്കുന്നത്. 99 നീതിമാന്മാരിലല്ല സ്വർഗ്ഗം സന്തോഷിക്കുന്നത്.
ഒരു പാപിയുടെ മാനസാന്തരത്തിലാണ് സ്വർഗ്ഗം സന്തോഷിക്കുന്നത്. യേശുക്രിസ്തു വന്നത് നീതിമാന്മാരെ തേടിയല്ല വന്നത്, സ്വയം ഞാൻ ദൈവ മക്കളാണെന്ന് പറയുന്നവരെ തേടിയല്ല യേശുക്രിസ്തു വന്നത്. സ്വതന്ത്ര പാപി എന്ന് സമ്മതിച്ച്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് സമ്മതിച്ച്, ഈ പാപത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കുമെന്ന് അഭയയാചനയോടുകൂടെ മാനസാന്തരപ്പെടാൻ മനസ്സുവയ്ക്കുന്നവർക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു വന്നത്. ഹല്ലേലൂയ. അവരെ രക്ഷിക്കാനാണ് യേശുക്രിസ്തു വന്നത്. ഇനി വരുന്നതും ആ രക്ഷ പൂർണ്ണമാക്കിയവരെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. രക്ഷ ജീവിതത്തെ പൂർണ്ണമാക്കണമെങ്കിൽ ഉപദേശ രൂപങ്ങളെ പഠിക്കണമെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ വിവേകമുള്ളവനായിരിക്കും. അതാണ് യേശുക്രിസ്തു 2 കൽപ്പനയിൽ നിർത്തിയത്. നിങ്ങൾ ദൈവമായ കർത്താവിനെ, സഹോദരന്മാരെ പറയും, ഹലോ ഏടെ സഹോദരിയ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ നിന്റെ ദൈവമായ കർത്താവിനെ നീ ഒന്നാമതായി സ്നേഹിക്കണം. അല്ല നടക്കൂ. പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സ്, പൂർണ്ണാത്മാവ്, പൂർണ്ണ ശക്തി. അവിടെ 3 കാര്യമുള്ളൂ അല്ലേ? ഞാൻ ഒന്നുകൂടി ചേർത്ത് 4 പറയാം. ബാക്കി കേട്ടെന്ന് പറഞ്ഞ സംഭവം നടക്കൂല. ജീവിക്കണം. അങ്ങനെ സ്നേഹിക്കാൻ വേണ്ടി ജീവിക്കണം. പറ്റോ? പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സ്, പൂർണ്ണാത്മാവ്, പൂർണ്ണ ശക്തിയോടുകൂടി നമ്മുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിരിക്കണം? ഉണ്ടോ? അവ എന്തൊക്കെ ചെയ്തിരിക്കണം? അങ്ങനെ സ്നേഹിക്കാറുണ്ടോ? അന്ന് കാത്തിരിക്കല്ലേ പിതാവിന്റെ ഭവനത്തിൽ പോകാൻ വേണ്ടി. ഇത് പഠിപ്പിക്കാതെ, ചിന്തിപ്പിക്കാതെ ഞാൻ ചിന്തിക്കുമോ?